ഇന്ന് കുറച്ച് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവനെ വെച്ച് കുറച്ച് ഷോറൊക്കെയാലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ദാ പോണൊരു കുഞ്ഞിക്കൈ. ആ കുഞ്ഞിക്കൈ അവിടെ 2 പ്രാവശ്യം കറങ്ങി നടന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ട്രാൻസിഷൻ ആയാലോ, ഈ ബോട്ടിൽ മേലോട്ടിട്ട് താഴോട്ട് വരുമ്പോൾ ഫ്രൂട്ട്സൊക്കെ നിറഞ്ഞു വരുന്നത്. അത്ര എഡിറ്റിങ് അറിയാമെങ്കിൽ പിന്നെ ഞാൻ ആരായില്ലേ. ഇനി കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിസ്ത അവിടെ ഒരാളിങ്ങനെ പൊളിച്ച് തരുന്നതിനനുസരിച്ചാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതാണ് 2 പാർട്ടായിട്ട് പിസ്താശ്യം വരുന്നത് കേട്ടോ. ഇനി നമ്മൾ മുമ്പേ ഉണ്ടാക്കി വെച്ചാൽ കസ്റ്റാർഡ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. കസ്റ്റാർഡ് ഉണ്ടാക്കാൻ പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ നമ്മൾ വീണ്ടും സ്ട്രോബെറി ഷോ ഇറക്കുന്നുണ്ട്. ഇനി അത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫ്രെയിമിൽ ആരോ കയറി കളിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ആവണം, അല്ലെങ്കിൽ പുറത്ത് പോവാവും നല്ലത്. ഇനി നമ്മളെ കൈവച്ചിട്ടുള്ള ട്രാൻസിഷനാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഈ സ്ട്രോബെറിയൊക്കെ ഫുള്ളായിട്ട് റൗണ്ടിൽ ഇവിടെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ബിഹൈൻഡ് ദ സീനും ഇതിൽ തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ ഉള്ളത്. ഇനി നമ്മൾ സ്ട്രോബെറിയിലെ ഏറ്റവും വലിയൊരു സ്ട്രോബെറിനെ നോക്കിയെടുത്തിട്ട് ആ സെൻട്രൽ പോർഷനിൽ അതൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇതോടെ നമ്മളെ ഡെക്കറേഷൻ്റെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ എവിടുന്ന് തുടങ്ങണമെന്ന് സ്പൂണിന് തന്നെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ എവിടെയോ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ഒന്ന് പിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒട്ടും കുറക്കണ്ട, ആ സ്ട്രോബെറിയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു റെസിപ്പീസിനും പിന്നെ നമ്മൾ അടിപൊളി ക്രാഫ്റ്റ് വീഡിയോസിനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട.